മിഡിൽ ഈസ്റ്റിൽ ഇറാനെ നിയന്ത്രിക്കാൻ പുതിയ സംവിധാനം ഒരുക്കണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. നമ്മൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിനപ്പുറമായ രീതിയിൽ ആന്തരികമായ രീതിയിലുള്ള ഇടപെടലുകൾ ഇറാൻ മിഡിൽ ഈസ്റ്റ് നടത്തുന്നുണ്ട്. ഇത് ഭാവിയിൽ ഇസ്രായേലിനെ സാരമായിട്ട് ബാധിക്കും. അമേരിക്കയെയും സർവ്വ മേഖലയിലും ഇറാൻ്റെ സാന്നിധ്യം കാണാൻ വേണ്ടി സാധിക്കുന്നു. അറബ് രാജ്യങ്ങൾ ഇറാൻ സന്ദർശിക്കുന്നതും ഇറാൻ്റെ ബന്ധപ്പെട്ട ഭരണാധികാരികൾ അറബ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതും ഇപ്പോൾ നിത്യസംഭവമായിരിക്കുന്നു. ഒരുപാട് പതിറ്റാണ്ടുകളോളം ഇറാനും അറബ് രാജ്യങ്ങളും ബദ്ധവൈരികളായി ഏറ്റുമുട്ടിയവരാണ്. അങ്ങനത്തെ ആ സാഹചര്യങ്ങൾക്കും അവസ്ഥകൾക്കും ഇപ്പോൾ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ അവർ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് ഭാവിയിൽ വലിയ വിഷയം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് 2-3 കാര്യങ്ങൾ ഇത് അമേരിക്കയും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്. അതിലൊന്ന്, പല ഘട്ടങ്ങളിലും അതായത് അമേരിക്കയുടെ അറബ് രാജ്യങ്ങളിലുള്ള സൈനികർക്ക് സായുധ സഹായങ്ങൾ എല്ലാ കാലത്തും നൽകി വരുന്നത് അമേരിക്കയാണ്. അമേരിക്ക ആ രാജ്യത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന സുരക്ഷാ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന ആയുധങ്ങളിൽ സർവ്വതും പല ഘട്ടങ്ങളിലായി യഥാർത്ഥത്തിൽ ഇവർക്ക് വിൽപ്പന നടത്താറുണ്ട് അറബ് രാജ്യങ്ങൾക്ക്. ഇന്ന് ആ അവസ്ഥകൾക്കൊക്കെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നു. കാര്യം അമേരിക്കയെ മാത്രം ആശ്രയിച്ചിരുന്ന അറബ് രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയെ വിട്ട് മറ്റ് ലോക രാജ്യങ്ങളെയും ആശ്രയിക്കുന്നു. അതായത് തുർക്കിയുടെയും റഷ്യയുടെയും ആയുധങ്ങളടക്കം നിലവിലെ സാഹചര്യത്തിൽ ഈ അറബ് രാജ്യങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇതിന് മുൻപ് സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്ന കാര്യമൊക്കെ ഇവിടെ പ്രസക്തമായിട്ട് ഇപ്പോൾ വരികയാണ്. അതായത് സമാധാന ആവശ്യത്തിന് വേണ്ടി ആണവായുധം നിർമ്മിക്കാൻ വേണ്ടി തങ്ങൾക്ക് അനുമതി നൽകണമെന്ന് 2-ലധികം തവണ സൗദി അറേബ്യ അറബ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അമേരിക്കയോട് ആവശ്യപ്പെട്ടു. അമേരിക്കയും അറബ് രാജ്യങ്ങളും സൗഹൃദ രാജ്യമാണ് എന്നതിനാൽ ഇത് വളരെ എളുപ്പത്തിൽ അനുവദിച്ച് കിട്ടും എന്ന് അറബ് രാജ്യങ്ങൾ സൗദി അറേബ്യയൊക്കെ കരുതുകയും ചെയ്തു. എന്നാൽ അമേരിക്ക അതിന് അനുമതി നൽകിയിട്ടില്ല. അത് അനുമതി നൽകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലാണ് അതിന് എതിർപ്പ് നിന്നത് എന്ന അഭിപ്രായം പുറത്തു വരുന്നുണ്ട്. പിന്നീട് UN സഭയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചു. പ്രമേയം അവതരിപ്പിച്ചു എന്ന് പറയുന്നത് സമാധാന ആവശ്യത്തിന് വേണ്ടി ആണവായുധം നിർമ്മിക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾക്ക് അനുമതി നൽകണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രമേയമാണ്. ആ പ്രമേയത്തെ അമേരിക്ക വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തി. ഈ വിഷയങ്ങൾ വന്നതോടുകൂടി ഈ മേഖലയിൽ വലിയ രീതിയിൽ എതിർപ്പ്, അതായത് അമേരിക്കയോടുള്ള എതിർപ്പ് കൂടി വന്നു. അത് പിന്നെ ഭാവിയിൽ വലിയ വിഷയമായിട്ട് നിലനിൽക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത്, ആ സമയത്തൊക്കെ അമേരിക്കക്ക് ആശ്വാസം എന്ന് പറയുന്നത് റഷ്യയുമായിട്ട് അറബ് രാജ്യങ്ങൾക്ക് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ലായിരുന്നു. ചൈനയുമായിട്ട് പ്രത്യശാസ്ത്ര വിരുദ്ധതയും വൈരുദ്ധ്യവും നിറഞ്ഞതുകൊണ്ട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ തയ്യാറായതുമില്ല. പിന്നെ തുർക്കിയെ പോലുള്ള രാജ്യങ്ങളുമായിട്ട് ഒരു സൗഹൃദ ബന്ധം, നയതന്ത്ര ബന്ധത്തിനപ്പുറമുള്ള സൗഹൃദ ബന്ധം ഉണ്ടാക്കിയിട്ടില്ല. കാര്യം അവർ 100% എല്ലാ വിഷയത്തിനെയും എല്ലാ കാര്യത്തിനും ആശ്രയിച്ചത് അമേരിക്കയെ മാത്രമാണ്. അമേരിക്കയുടെ സുരക്ഷിതത്വത്തിൽ തങ്ങൾ സുരക്ഷിതരാണ് എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തു. ഈ ഒരു സ്ഥിതിയും കാര്യങ്ങളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഇറാൻ്റെ ഈ ഗസയിലുണ്ടായിരുന്ന, അതായത് ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതോടുകൂടി അവസ്ഥാസ്ഥിതികൾക്ക് വലിയ മാറ്റങ്ങൾ വന്നു. അതിൻ്റെ തിരിച്ചടി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതോടുകൂടി ആ ഇസ്രായേലിന് 100% അമേരിക്ക പിന്തുണയ്ക്കുകയും അവിടെ ഗസയിൽ വീണ് പൊട്ടുന്ന എല്ലാ ആയുധങ്ങളും അമേരിക്കൻ നിർമ്മിതമായിരിക്കുന്ന ആയുധമാണ് എന്ന് അവിടുത്തെ വ്ളോഗർമാരെല്ലാം അതിൻ്റെ വീഡിയോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. പറയുന്ന കാര്യം തന്നെ ഇങ്ങനെയാണ്: ഒരു ഭാഗത്ത് അറബ് രാജ്യങ്ങളോടൊപ്പം നിൽക്കുകയും മറ്റൊരു ഭാഗത്ത് അറബ് രാജ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തി. രണ്ടും കൂടി എങ്ങനെയാണ് നടക്കുക എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അത് അങ്ങനെ എല്ലാം കൂടി ഈ 2023 ഒക്ടോബർ 7 ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട വലിയ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ആ സാഹചര്യങ്ങളും ഒരുപാട് ആളുകൾ ഗസയിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഖത്തർ ആക്രമണം എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന ഒരു ആക്രമണമല്ല. കാര്യം അമേരിക്കയുടെ പൂർണ്ണ ഒത്താശയോടും പിന്തുണയോടും ഒരുപക്ഷെ അമേരിക്ക ഈ പ്ലാൻ വരച്ച് തയ്യാറാക്കിയ തരത്തിലാണ് യഥാർത്ഥത്തിൽ അവിടെ ആക്രമണം നടന്നത് എന്ന് ചുരുക്കം. അതോടെ അറബ് രാജ്യങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായി: ഖത്തറിനെ ഇസ്രായേലിനെ ആക്രമിക്കാമെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിൽ നിന്ന് സുരക്ഷിതമല്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം വീണ്ടും പുനരിൽ വന്നു. അഥവാ നിങ്ങൾ പാലും തേനും കൊടുത്ത് പോറ്റുന്നത് അമേരിക്കയാണ്,
നിങ്ങളുടെ ശത്രുവിനെയാണ് നിങ്ങളത് പോറ്റുന്നത്. ശത്രു നിങ്ങളുടെ മടിയിൽ തന്നെയാണുള്ളത്. അവരെത്രത്തോളം നിങ്ങൾ പാല് കൊടുക്കുന്നോ അത്രത്തോളം അവർ തിരിച്ചു കുത്തുകയും ചെയ്യും. ഇതൊരു യാഥാർത്ഥ്യമായിട്ട് ഭവിക്കുകയാണ്. അമേരിക്കയുമായിട്ട് അകന്നു നിൽക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ 100% ശത്രുക്കളാണ്, അവർ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ഇറാൻ്റെ നിലപാട്. ഇബ്രാഹിം റൈസി ആ നിലപാട് ഉറക്കെ പറയുകയും ചെയ്തു. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് അത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലായിരിക്കുന്ന അറബ് രാജ്യങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാനോട് സഹകരിക്കുക എന്നുള്ളതാണ്. ഇറാനോട് സഹകരിക്കുന്ന സമയത്ത് ഒരു വെടിക്ക് 2 പക്ഷിയല്ല, ഒരു വെടിക്ക് അവർക്ക് 3 പക്ഷിയെ കിട്ടുന്നു. ഇറാനും ചൈനയുമായും ഇറാനും റഷ്യയുമായും എല്ലാ കാലത്തും വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധമാണ്. എല്ലാവിധ ആയുധ സംവിധാനങ്ങളും റഷ്യയുടെ നിർമ്മിതത്തിൻ്റെ പരമാവധി ആയുധങ്ങളെല്ലാം ഇറാൻ്റെ കൈവശത്തിലുണ്ട്. ചൈനയുടേതും അങ്ങനെ തന്നെയാണ്. ആണവായുധ ഫോർമുലകൾ വഹിക്കാനുള്ള ഈ ബാലിസ്റ്റിക് മിസൈൽ അല്ലെങ്കിൽ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ സാങ്കേതിക വിദ്യയെല്ലാം യഥാർത്ഥത്തിൽ റഷ്യയിൽ നിന്നാണ് ചോർന്ന് കിട്ടിയത്. ഇങ്ങനത്തെ കുറേ വിഷയങ്ങൾ ആ സംഭവവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. മാത്രമല്ല ആണവായുധം എന്ന് പറയുന്നത് ഇറാൻ്റെ കൈവശത്തിൽ ഇല്ലാത്തൊരു വസ്തുവാണ്. അത് നൽകിയതും അത് കിട്ടിയതും റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരു നിലക്കും മുന്നേറാനോ ഈ സൈനികപരമായ രീതിയിൽ ഉയരാനോ സാധിക്കാത്ത വിധം പ്രയാസപ്പെടുത്തിയിരിക്കുന്ന ഈ അറബ് രാജ്യങ്ങളെ അമേരിക്കയെ പ്രയാസപ്പെടുത്തിയ സമയത്ത് എല്ലാ വിധത്തിലും ഉയരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ തുറന്നു കൊടുത്തത് ഇറാനെ സംബന്ധിച്ചിടത്തോളം റഷ്യയാണ്. അതുകൊണ്ട് ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് ഭാവിയിൽ വലിയ രീതിയിലുള്ള ഉയർച്ച അറബ് രാജ്യങ്ങൾക്കുണ്ടാവും. കാര്യം ഇറാനുമായിട്ടും സഹകരിക്കാം, അതോടൊപ്പം തന്നെ ഇറാനിലൂടെ ചൈനയുമായിട്ടും ഇറാനിലൂടെ റഷ്യയുമായിട്ടും സഹകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം. അതുകൊണ്ട് ഇപ്പോൾ അറബ് രാജ്യങ്ങളുമായിട്ടുള്ള സഹകരണം വലിയ രീതിയിൽ ഇറാൻ വർദ്ധിപ്പിച്ചു. അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങൾ ഈ ഇറാനെയും സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വലിയ സാമ്പത്തിക സഹായങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഈ കറൻസി മൂല്യങ്ങളൊക്കെ വലിയ ഇടിവ് പറ്റിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് സാമ്പത്തികപരമായിരിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന രാജ്യങ്ങൾ ഇറാൻ്റെ പേരുണ്ട്. അതിന് വൻ തോതിൽ സഹായം നൽകിക്കൊണ്ട് ഇറാനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമായിട്ട് വന്നിരിക്കുന്നു. കാര്യം അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇറാൻ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അറബ് രാജ്യത്തെ അപ്പാടെ പിടികൂടാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് സാധിക്കും. ഇറാനാണ് പ്രതിരോധമായി നിൽക്കുന്നത്. അപ്പോൾ ആ പ്രതിരോധം തകർക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അമേരിക്ക. അതിനെ ഇല്ലാതാക്കണമെങ്കിൽ തങ്ങൾ ചേർന്ന് നിൽക്കണം എന്നുള്ള അഭിപ്രായത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നിലവിലെ സാഹചര്യത്തിൽ ഈ ഇറാൻ എത്തിയിരിക്കുന്നത് എന്ന് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇങ്ങനെ പറയുന്നത്: ഇറാൻ്റെ സൈനിക ശക്തി കുറക്കാനും അറബ് മേഖലയുമായി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അവരുടെ ബന്ധത്തെ ഇല്ലാതാക്കാനും പുതിയ തന്ത്രങ്ങൾ മെനയണം എന്നുള്ള അഭിപ്രായം കൂടി അവരിപ്പോൾ പുറപ്പെടുവിച്ചതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാരണം ഇതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.